മഴതോരും മുമ്പയുടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളത്തെ പ്രയത്നത്തിന് ശേഷം അലീന രോഹിത്തിനെ പുറത്തിറക്കിക്കൊണ്ട് വരികയാണ്. അപ്പോൾ രോഹിത്തിനും അലീനയോട് ചെറിയൊരു ഒരു പെരുമാറ്റത്തിലൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ രോഹിത്ത് അലീനയോട് പറയുന്നുണ്ട്, എനിക്കിനി പഴയതുപോലെ കോളേജിൽ പോകാനോ പുറത്തേക്ക് ധൈര്യമായി ഇറങ്ങാനോ ഒന്നിനും കഴിയില്ല. ഇനി വീടിനകത്ത് തന്നെ അടച്ചുമൂടി ഇരിക്കേണ്ടി വരുമെന്ന തോന്നുന്നത്. അപ്പോൾ അലീന രോഹിത്തിനെ ആശ്വാസപ്പെടുത്തുന്നുണ്ട്, മോനെ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത്? നിന്നെ എന്തായാലും കോടതിയിൽ നിന്ന് വെറുതെ വിട്ടതല്ലേ. ശരണ്യ തന്നെയല്ലേ പറഞ്ഞത് നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, നിരപരാധിയാണെന്ന്. പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഇന്നെ അങ്ങനെ പേടിച്ചിട്ട് നീ റൂമിനകത്ത് അടച്ചിരിക്കുകയാണെങ്കിൽ എത്ര കാലം നീ വീടിനുള്ളിൽ തന്നെ ഇരിക്കും? നിനക്ക് കോളേജിൽ പോകണ്ടേ? നിന്റെ തുടർന്നുള്ള വിദ്യാഭ്യാസം നടത്തണ്ടേ? നിനക്ക് പുറത്തിറങ്ങണ്ടേ? ഇതെല്ലാം പഴയതുപോലെ ആവണം രോഹിത്തെ. അല്ലാതെ പേടിച്ചിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഇല്ല എന്നെക്കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇതാലോചിക്കുമ്പോൾ അലീനയ്ക്കും വല്ലാതെ സങ്കടമാവുന്നുണ്ട്. അതിനുശേഷം അലീന നേരെ രേവതി കുട്ടിയെ വിളിക്കുകയാണ്. വിളിച്ച പാടെ പറയുന്നുണ്ട്, മോളെ രോഹിത്ത് പുറത്തിറങ്ങി കേട്ടോ, നീ വിവരങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ, ടി വിയിലും പത്രത്തിലൊക്കെ വന്നത് നീ അറിഞ്ഞോ? അതേ ചേച്ചി, ഞാൻ വായിച്ചു. എന്നാലും ആ ഹരി ആ പാവത്തിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു കുടുക്കിൽ പെടുത്തിയല്ലോ ചേച്ചി, പാവം തന്നെ. എന്നാലും ഞാനും കരുതി അവനും തെറ്റ് ചെയ്തു കാണുമെന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല മോളെ, അവനെ കൊണ്ട് അതിനൊന്നും കഴിയില്ല, അവൻ്റെ സ്വഭാവം എനിക്കറിയാം. ഓ ചേച്ചി, ചേച്ചിയുടെ അനിയനായതുകൊണ്ട് ഇനി ചേച്ചി പുകഴ്ത്തി അങ്ങ് പറഞ്ഞോ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്? അല്ല മോളെ, എനിക്കറിയില്ലേ അവൻ്റെ സ്വഭാവം, അതുകൊണ്ടാ. അല്ലാതെ ചേച്ചി അവനെ പുറത്തിറക്കിക്കൊണ്ട് വരാൻ കൂട്ടു നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോളെ? അവനിപ്പോൾ ജയിലിൽ കിടന്നതിനേക്കാളും സങ്കടമാണ് പുറത്തിറങ്ങിയപ്പോൾ. ഇപ്പോൾ അവൻ പറയുന്നത് അവന് പഴയതുപോലെ കോളേജിൽ പോകാൻ പറ്റില്ല, അവൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റില്ല, അവന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഇനി ഒരു റൂമിനകത്ത് തന്നെ അടച്ചിരിക്കണമെന്നാണ്. ഞാനും കുറേയൊക്കെ അവനോട് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല മോനെ, ഇനി നമുക്ക് പുറത്തോട്ട് ഇറങ്ങണം, പഴയതുപോലെ ആവണമെന്നൊക്കെ. അപ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട്, എന്തായാലും ചേച്ചി സന്തോഷമായി. രോഹിത്ത് നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോൾ മാമച്ചനങ്ങളും ഗ്രേസി ആൻറ്റും ഒക്കെ പറഞ്ഞു അവനെ വന്ന് കാണണമെന്ന്. അപ്പോൾ ഞങ്ങൾ സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുകയാണ്. അലീനയ്ക്കാണെങ്കിലും അവൻ്റെ ആ ഒരു സങ്കടം കാണുമ്പോൾ അലീനയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല. അലീന ഒരുപാട് തവണ രോഹിത്തിനോട് പറഞ്ഞു, മോനെ സങ്കടപ്പെടേണ്ട, നമുക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം മറികടന്ന് നമുക്ക് പഴയതുപോലെ ആവണമെന്നൊക്കെ. അതിനുശേഷം രോഹിത്ത് വൈജയന്തിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് രോഹിത്തിനെ കാണുമ്പോൾ വൈജയ്ക്ക് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. മോനെ നിനക്ക് സുഖമാണോടാ? നിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനിവിടെ കിടന്നിട്ടായാലും അറിയുന്നുണ്ടായിരുന്നു. നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ ഹരി അവനാണ് നിന്നെ കൂട്ടിക്കൊണ്ടു പോയി ഓരോ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുന്നത്. ഇനി മേലാൽ അവൻ്റെ കൂടെ നീ നടക്കരുത് മോനെ. നിന്നോട് എത്രയോ തവണ ഞാനും നിൻ്റെ അച്ഛനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്നിട്ട് കേട്ടില്ലല്ലോ അല്ലേ? ഇപ്പോൾ നീ അനുഭവിച്ചില്ലേ കാര്യങ്ങളെല്ലാം? ഇനിയെങ്കിലും നീ സ്വന്തമായിട്ട് പഠിക്കാൻ നോക്ക്, അവൻ്റെ പുറകെ നടക്കാതെ. അപ്പോഴേ എല്ലാവരും പറഞ്ഞു ആ ഹരി ആള് ശരിയല്ല എന്ന്. പിന്നെ അവളുണ്ടല്ലോ അലീന, അവളോട് കൂടുതൽ അടുപ്പമൊന്നും നിനക്ക് വേണ്ട എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എന്താ അമ്മേ പറയുന്നത്? അലീന ചേച്ചി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അലീന ചേച്ചി ഉള്ളത് കൊണ്ടല്ലേ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഓഹോ, ഇപ്പോൾ നീയും അവളെ വശത്തായോ? ചേച്ചി എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നല്ലോ. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എന്താ അമ്മ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മയ്ക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ്. അലീന ചേച്ചിയെ ഞാൻ എന്തുമാത്രം ദ്രോഹിക്കാൻ ശ്രമിച്ചു, അന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ലേ? എന്നിട്ട് അതിന് പോലും ഒരു പരാതി പറയാതെ അന്ന് സ്റ്റേഷനിൽ വന്ന സമയത്ത് ഒത്തിരി തവണ പോലീസ് ചോദിച്ചു. എന്നിട്ടും ചേച്ചി ഒരു പരാതിയും ഇല്ലയെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം അലീന ചേച്ചി ശരണ്യയുടെ വീട്ടിൽ പോയപ്പോൾ എന്തെല്ലാം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. അതെല്ലാം എനിക്ക് വേണ്ടിയല്ലേ അമ്മേ, എന്നെ പുറത്തിറക്കാനല്ലേ? അല്ലാതെ അലീന ചേച്ചി ഒന്നും ആഗ്രഹിച്ചിട്ടല്ല എന്നെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ത്യാഗങ്ങളെല്ലാം ചെയ്തത്. അതുകൊണ്ട് ഇനി ഒരിക്കലും എനിക്ക് അലീന ചേച്ചിയെ തള്ളിക്കളയാൻ കഴിയില്ലാമേ. എൻ്റെ ഒരു ചേച്ചിയായിട്ട് മാത്രമേ ഇനി എനിക്ക് അലീന ചേച്ചിയെ കാണാൻ കഴിയൂ. ഇനി അമ്മ എന്തൊക്കെ തന്നെ പറഞ്ഞിരുന്നാലും ഒരിക്കലും പഴയതുപോലെ ഇനി രോഹിത്ത് ആരെയും ദ്രോഹിക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അലീന രോഹിത്തിനോട് പറയുന്നുണ്ട്, മോനെ അമ്മ അങ്ങനെ വഴക്കൊക്കെ പറയും, അമ്മയോട് തിരിച്ചങ്ങനെ തർക്കുത്തരമൊന്നും പറയാൻ നിൽക്കരുത്. അമ്മ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഈ ഒരു ദേഷ്യം അമ്മയോട് കാണിക്കുന്നത്.
അച്ഛന് നിന്നോട് വെറുപ്പോ അല്ലെങ്കിൽ അച്ഛൻ ആരെ കൊണ്ടെങ്കിലും ഇതുവരെ മോശം പറയിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ അച്ഛനെ കണ്ടു വേണം പഠിക്കാൻ. അച്ഛൻ്റെ സ്വഭാവം ഈ ഇടയ്ക്കല്ലേ മാറിയത്, അത് ഞാൻ കാരണമെന്നാണ് മാഡം വിചാരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പുറകിലും ഒരു സത്യമുണ്ട് മോനെ, അതെന്തെങ്കിലും നീ തിരിച്ചറിയും. അപ്പോൾ രോഹിത് തിരിച്ച് റൂമിലേക്ക് കയറി പോവുകയാണ്. രോഹിത്തിന് വല്ലാത്ത വിഷമമുണ്ട്. പുറത്തേക്കൊന്നും അധികം ഇങ്ങനെ ഇറങ്ങി പഴയതുപോലെ നടക്കാൻ കഴിയുന്നില്ല. ആളുകളൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത ഒരു നോട്ടമാണ് നോക്കുന്നത്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. അതിനുശേഷമാണ് രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസിയും കൂടെ രോഹിത്തിനെ കാണാനായിട്ട് ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വരുന്നത്. രോഹിത്തും ആദ്യമായിട്ടാണ് രേവതിക്കുട്ടിയെ കാണുന്നത്. രേവതിക്കുട്ടിയെ ഒറ്റ നോട്ടത്തിൽ കണ്ടപാടെ തന്നെ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ് രേവതിക്കുട്ടിയോട്. അങ്ങനെ രേവതിക്കുട്ടിയും രോഹിത്തും തമ്മിലുള്ള പ്രണയബന്ധം ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം അലീനയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രോഹിത്ത് അലീനയോട് പറയുന്നുണ്ട്, ആ രേവതിക്കുട്ടിയും ചേച്ചിയെപ്പോലെ സുന്ദരിക്കുട്ടിയാണല്ലോ ചേച്ചി. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നീ എന്നെ ചേച്ചി എന്നല്ലേ വിളിക്കുന്നത്? അപ്പോൾ അവൾ എൻ്റെ അനിയത്തിക്കുട്ടിയാണ്. അപ്പോൾ അവളെ നീ അനിയത്തിക്കുട്ടിയായിട്ട് വേണം കേട്ടോ കാണാൻ എന്നിങ്ങനെ തമാശയ്ക്ക് പറയുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം രോഹിത്ത് മുകളിലേക്ക് കയറി പോവുകയാണ്. വീണ്ടും രേവതിക്കുട്ടിയും അലീനയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ചേച്ചിക്ക് ഇപ്പോൾ ഇവിടെ എങ്ങനെയുണ്ട്, സുഖമാണോ? മാഡത്തിൻ്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ ചേച്ചി? എൻ്റെ മോളെ, അതിന് കുറയുമെന്നൊന്നും തോന്നുന്നില്ല. ഓരോ നാൾ കഴിയുന്തോറും കൂടി വരികയില്ലേ. എന്നോട് വല്ലാത്തൊരു ദേഷ്യമാണ്. ഞാനിപ്പോൾ ഒന്നും മൈൻഡ് ചെയ്യാൻ പോവാറില്ല. അപ്പോൾ രേവതിക്കുട്ടിയും പറയുന്നുണ്ട്, ചേച്ചി അതൊന്നും മൈൻഡാക്കണ്ട ചേച്ചി, അവരെന്തെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന്. അങ്ങനെ അതിനുശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. രോഹിത് തിരിച്ചു വന്ന ശേഷം രോഹിത്തിൻ്റെ സ്വഭാവത്തിലെല്ലാം നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ മുത്തശ്ശിയുടെ റൂമിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന് മുത്തശ്ശിയോട് ഒരുപാട് സമയം സംസാരിച്ചുകൊണ്ടിരിക്കാനൊക്കെ രോഹിത്തിന് വലിയ ഇഷ്ടമാണ്. അങ്ങനെ മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി വരുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആ ഇതാരാ മോനെ, രോഹിത്തോ? വാ മോനെ, വന്നിരിക്കുക, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ നിനക്ക്? മുത്തശ്ശിക്കാണെങ്കിൽ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് എണീറ്റ് വന്ന് നിന്നെ കാണാൻ പറ്റില്ല, അപ്പോൾ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്താണ് രേവതിക്കുട്ടി അലീനയെ ഫോൺ ചെയ്യുന്നത്. അത് മുത്തശ്ശിയുടെ ഫോണിലാണ് വിളിക്കുന്നത്. സാധാരണ വിളിക്കുമ്പോൾ അലീനയാണ് ഫോൺ എടുക്കാറ്. അപ്പോൾ ഇത് കാണുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഓ ഇത് അലീനയ്ക്കുള്ള ഫോൺ കോളാണ്, ആ രേവതിക്കുട്ടിയാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ രോഹിത്ത് ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുക്കുമ്പോൾ അലീന രേവതിക്കുട്ടി ചോദിക്കുകയാണ്, ചേച്ചി എന്ന് വിളിക്കുമ്പോൾ രോഹി പറയുന്നുണ്ട്, ഓ ഇത്രയ്ക്ക് അറിഞ്ഞൂടെ ഒരാണിൻ്റെ ശബ്ദവും പെൺകുട്ടിയുടെ ശബ്ദവും തമ്മിൽ? ആ ഞാൻ വിചാരിച്ചിരുന്നത് അലീന ചേച്ചിയാണെന്നാ, ഇതാരാ അപ്പോൾ ഇപ്പോൾ സംസാരിക്കുന്നത്? അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ആ ഇതാരെന്ന് തോന്നുന്നു നിനക്ക് കേട്ടിട്ട്? അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, ഇത് ആ ദ്രോഹിയാണോ, ദ്രോഹി? ഇടയ്ക്ക് കുറച്ച് നാൾ എൻ്റെ ചേച്ചി ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടല്ലോ ഈ ദ്രോഹി. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഇനി ഒരിക്കലും എന്നെ ആ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കരുത്. ഞാനിപ്പോൾ പുതിയ രോഹിത്താണ്, അതുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാണേ, അതൊക്കെ പോട്ടെ, എൻ്റെ അലീന ചേച്ചി എവിടെ എന്ന് ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അലീന ചേച്ചിക്ക് നിന്നെപ്പോലെ വെറുതെ ഇരുന്നാൽ പോരാ, ഇവിടെ ഒത്തിരി ജോലിയുണ്ട്, അടുക്കളയിലാണ് ചേച്ചി. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്കുട്ടിക്കും ദേഷ്യം വരുന്നുണ്ട്. ഞാനും ഇവിടെ വെറുതെ ഒന്നും അല്ല ഏട്ടാ ഇരിക്കുന്നത്, ഇവിടെ എനിക്കും ജോലിയുള്ളതാ. അപ്പോൾ അവിടേക്ക് ഗ്രേസി വരുന്നുണ്ട്. ഗ്രേസി ആൻറ്റി വന്നതിന് ശേഷം രേവതിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഇത് ആരോടാ നീ ഇങ്ങനെ തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, അത് അലീന ചേച്ചിയാണ്. അലീന ചേച്ചിയുടെ ശബ്ദം ഇപ്പോൾ എന്താ ആണിൻ്റെ ശബ്ദത്തിലാണോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഒരു നാണത്തോടു കൂടി രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇത് ആ രോഹിത്ത. ഞാനൊന്ന് വെറുതെ ഇരുന്നപ്പോൾ അലീന ചേച്ചിയെ വിളിച്ചു നോക്കിയതാ, അപ്പോൾ രോഹിത്ത് ഫോൺ എടുത്തു, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാ എന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖത്തുള്ള ചെറിയൊരു നാണമൊക്കെ ഗ്രേസിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം ഗ്രേസി പറയുന്നുണ്ട്, നിൻ്റെ മുഖത്തെ നാണമൊക്കെ കാണുമ്പോൾ ഞങ്ങളും ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് എന്ന്. അയ്യോ ഒന്നും മിണ്ടാതിരിക്കുക ആൻറ്റി എന്ന് പറയുമ്പോൾ അവർ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് രോഹിത് ചോദിക്കുന്നുണ്ട്, അതാരാ നിന്നോട് വന്ന് സംസാരിച്ചത്? അതിവിടുത്തെ ആൻറ്റിയും അങ്കിളും ഒക്കെയാണ്. അപ്പോൾ അവരൊക്കെ നിന്നോട് ഒരുപാട് സ്നേഹത്തോടെയാണല്ലേ പെരുമാറുന്നത്, നല്ല സ്വഭാവമാണല്ലേ അവരുടേതൊക്കെ
അതെ രോഹിത്തെ, എന്നെ ആൻറ്റിയും അങ്കിളും ഒക്കെ മോളെ പോലെയാണ് കാണുന്നത്. ഞാനും എൻ്റെ അച്ഛനും അമ്മയും പോലെയൊക്കെയാണ് ഞാനും അവരെ നോക്കുന്നത് എന്ന് പറയുമ്പോൾ ഗ്രേസിക്ക് വല്ലാതെ സങ്കടം വരുന്നുണ്ട്. മറഞ്ഞു നിന്നിട്ട് അവളുടെ ആ ഒരു സംസാരം അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് ഒരുപാട് സ്നേഹമാണ് ആൻറ്റിയുടെ അടുത്ത്. ആൻറ്റി എന്നെ പഠിപ്പിക്കുന്നുണ്ട്. എന്നെ ഒരു വീട്ടുവേലക്കാരിയായിട്ട് പോലും കാണുന്നില്ല. സ്വന്തം മകളെ പോലെ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങി തരുന്നു. അതൊക്കെ പോട്ടെ, അലീന ചേച്ചി വരുമ്പോൾ ഞാൻ വിളിച്ച കാര്യം മറന്നു പോവാതെ പറയണേ രോഹിത്തെ എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ശരി 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 ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷമാണ് ഗ്രേസിയും മാമച്ചനുമായിട്ട് രേവതിക്കുട്ടിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, മോളെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണമല്ലോ. മോളെ ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഞങ്ങൾക്ക് 2 പേർക്കുള്ള ടിക്കറ്റേ ഉള്ളൂ മോളെ. എന്തായാലും നിന്നെ തനിച്ച് ഇവിടെ നിർത്തിയിട്ട് പോകാൻ നമുക്ക് മനസ്സുറപ്പില്ല. അലീനയോട് പറഞ്ഞാൽ അവിടെ 2 ദിവസം നിർത്തുമോ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അലീന ചേച്ചിക്ക് എന്താ പ്രശ്നം ആൻറ്റി? പക്ഷെ അവിടുത്തെ ആ ഒരു ഭൂതനയില്ലേ, അവർക്കല്ലേ പ്രശ്നം. എന്തായാലും കുഴപ്പമില്ല, ആൻറ്റി പോയിട്ട് വാ, ഞാനിവിടെയെങ്കിലും നിന്നോളാം. ഇല്ല മോളെ ഇല്ല, എന്തായാലും ഇവിടെ നിർത്താൻ പറ്റില്ല. അലീനയോട് ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അലീനയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്തായാലും കുഴപ്പമില്ല ആൻറ്റി, അച്ഛൻ ഇവിടെ ഉള്ളത് കൊണ്ട് എന്തായാലും അച്ഛൻ്റെ വാക്ക് ധിക്കരിച്ച് ആരും ഒന്നും ചെയ്യാൻ പോണില്ല. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ആൻറ്റി, അത് കഴിയുമ്പോൾ നിങ്ങളിങ്ങ് വരില്ലേ? 2 ദിവസം എന്തായാലും അവൾ എൻ്റെ കൂടെ നിന്നോളും, അതിന് കുഴപ്പമില്ല. ഞാനിവിടെ നിൽക്കുന്നില്ലേ, പിന്നെ എന്താ, അവൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളും എന്ന് പറയുമ്പോൾ ഗ്രേസി പറയുന്നുണ്ട്, ശരി മോളെ, ഞാൻ നാളെ തന്നെ കൊണ്ടാക്കാം അവളെ എന്ന്. അങ്ങനെ രേവതിക്കുട്ടിയെ 2 ദിവസത്തേക്ക് ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവൾ വന്ന പാടെ തന്നെ രോഹിത്തിന് വലിയ സന്തോഷമാവുന്നുണ്ട്. അലീന ഓടി വന്ന് അവളെ പിടിച്ച് റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഗ്രേസിയും മാമച്ചനും ഒക്കെ 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം രോഹിത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടിയെ നോക്കുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടി പിറ്റേ ദിവസം കുളിച്ച് തുണിയൊക്കെ മുകളിൽ വിരിച്ചിടാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് രോഹിത് അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് രോഹിത്തിനെ കാണുമ്പോൾ രേവതിക്കുട്ടി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഹോ ഇത് പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഇവിടെ വന്ന് നിന്ന്. അപ്പോൾ രോഹിത് പറയാണ്, ഞാനെന്ത് പേടിപ്പിച്ചതാ, ഞാനിവിടെ നേരത്തെ നിന്നതല്ലേ, അല്ലാതെ നിന്നെ കണ്ടുകൊണ്ട് ഞാനിങ്ങോട്ട് വന്നതൊന്നുമല്ല. എന്തായാലും ഞാൻ പേടിച്ചു കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം രോഹിത് ചോദിക്കുകയാണ്, അല്ല ഞാനൊന്ന് ചോദിക്കോട്ടെ, ഈ രേവതിയുടെ പുറകിലെന്താ ഒരു കുട്ടി? എല്ലാവരും എന്തിനാ ഇങ്ങനെ രേവതി കുട്ടി എന്ന് വിളിക്കുന്നത്? താൻ എന്താ കുട്ടിയാണോ? കണ്ടിട്ടങ്ങനെ കുട്ടിയായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. അപ്പോൾ രേവതിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. ഹോ കണക്കായി പോയി, എന്നെ ഇഷ്ടമുള്ളവരെ എന്നെ രേവതി കുട്ടി എന്ന് വിളിക്കും, അതിന് ഇയാൾക്കെന്താ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് വീണ്ടും പറയുന്നുണ്ട്, അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ചേച്ചിയെ പോലെ സുന്ദരി കുട്ടിയാണ് കേട്ടോ അനിയത്തി. ഓ അങ്ങനെയാണോ? ആണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഇയാൾ പറഞ്ഞിട്ട് വേണം ഞാൻ സുന്ദരിയാണെന്നറിയാൻ. അല്ല രേവതിക്കുട്ടി, വേറൊരു കാര്യം കൂടെ പറയാനുണ്ടേ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, എന്താ ഇങ്ങനെ ഒരു ചുറ്റിക്കറക്കം? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്ന് പറയും. അല്ല എനിക്ക് രേവതിക്കുട്ടിയെ ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അല്ലെങ്കിലും അലീന ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ രോഹിത് ഒരു പ്രേമരോഗിയാണെന്ന്. അപ്പോൾ രോഹിത്തിന് ദേഷ്യം വരുന്നുണ്ട്. രോഹിത് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതാണ് പഴയ കാര്യങ്ങളൊന്നും ഇനി പറയണ്ട, ഇത് പുതിയ രോഹിത്താണ്, പഴയ രോഹിത്തല്ല എന്ന്. പിന്നെ വീണ്ടും വീണ്ടും എന്തിനാണ് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്? അത് ഞാൻ ഓർക്കാൻ കൂടെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അതിനുശേഷം രേവതിക്കുട്ടി പറയുന്നുണ്ട്, പോട്ടെ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഇനി ഞാൻ ആ കാര്യങ്ങളൊന്നും പറയില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട്, ശരി നിനക്കെന്നെ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞു, നീ എന്തർത്ഥത്തിലാണ് എന്താലോചിച്ചിട്ടാണ് നീ പറയുന്നത്? നിനക്ക് എന്നെപ്പറ്റി എന്തറിയാം? എനിക്കൊരു അച്ഛനോ അമ്മയോ പോലും ഇല്ല, ആരെന്ന് പോലും അറിയില്ല, സ്വത്തുക്കളോ പണമോ ഒന്നുമില്ല. നിൻ്റെ അമ്മ ഇതറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഒരു അനാഥ പെണ്ണിനെ കല്യാണം കഴിക്കാൻ നിൻ്റെ അമ്മ അനുവദിക്കുമോ? അല്ല അത് രേവതിക്കുട്ടി, അവരല്ലല്ലോ ഒരുമിച്ച് ജീവിക്കുന്നത്, ഞാനും നീയും തമ്മിലല്ലേ. അങ്ങനെയല്ല, എല്ലാവരുടെ അനുവാദം വേണം, അതുകൊണ്ട് മോൻ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നേക്കും കേട്ടോ എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി അങ്ങ് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അലീന അതിനുശേഷം രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, മോനെ എവിടെയാണ് പോയിരുന്നത്? അല്ല ചേച്ചി, അത് ഞാൻ ടെറസിലുണ്ടായിരുന്നു. നീ രേവതിക്കുട്ടിയെ കണ്ടായിരുന്നോ? രേവതിക്കുട്ടി അവിടെ തുണി വിരിക്കുന്നുണ്ടല്ലോ ചേച്ചി എന്ന് പറഞ്ഞ് രോഹിത്തും അങ്ങ് തിരിച്ചിറങ്ങി പോരുന്നുണ്ട്.
2 ദിവസം കഴിയുമ്പോഴാണ് മാമച്ചനും ഗ്രേസിയുമായിട്ട് രേവതി കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് വീട്ടിലേക്ക് വരുന്നത്. അത് കാണുമ്പോൾ രോഹിത്തിന് ഒരു സങ്കടമൊക്കെ ഉണ്ട്. 2 ദിവസം വീട്ടിലുണ്ടായിരുന്നപ്പോൾ അവന് വല്ലാത്തൊരു സന്തോഷമൊക്കെ ആയിരുന്നു. എന്നിട്ടിപ്പോൾ തിരിച്ചു പോകുന്നു എന്നറിയുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. അങ്ങനെ രേവതി കുട്ടിയെ റെഡിയായി എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം അവസാനം രോഹിത്തിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. രോഹിത്തിനെ കാണുമ്പോൾ രോഹിത്തിനോട് പറയുന്നുണ്ട്, രോഹിത്തെ ഞാൻ പോവുകയാണ് കേട്ടോ, ഇനി എപ്പോഴെങ്കിലും വരാം, അപ്പോൾ നമുക്ക് കാണാം കേട്ടോ എന്ന്. അങ്ങനെ രേവതിക്കുട്ടി തിരിഞ്ഞു പോവാൻ തുടങ്ങുന്ന സമയത്താണ് രോഹിത്ത് അവളെ വിളിക്കുന്നത്. രേവതിക്കുട്ടി ഒന്ന് നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന്. അപ്പോൾ അവൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് രോഹിത്ത് അവിടെ മേശപ്പുറത്ത് നിന്നും ഒരു റോസാപ്പൂ എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് രേവതിക്കുട്ടിക്ക് നേരെ നിർത്തിയിട്ട് പറയുന്നുണ്ട്, എന്നോട് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഇത് വാങ്ങണം. രേവതിക്കുട്ടിക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ എന്ന്. അപ്പോൾ രേവതിക്കുട്ടി വീണ്ടും പറയുന്നുണ്ട്, തമാശ പറയല്ലേ രോഹിത്തെ, പല കാര്യങ്ങളും ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ, അതുകൊണ്ട് വെറുതെ ചുമ്മാ ആഗ്രഹങ്ങളൊന്നും അങ്ങനെ കൊണ്ട് നടക്കരുതേ എന്ന്. എന്നിട്ട് വീണ്ടും അവനൊരു ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു കീ എടുത്തിട്ട് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അതും രേവതിക്കുട്ടിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ രേവതിക്കുട്ടിക്കും വല്ലാതെ അങ്ങ് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവൾ അതും കൊണ്ട് തിരിഞ്ഞു നോക്കി രോഹിത്തിന് ബായിയൊക്കെ പറഞ്ഞ് താഴേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് അലീനയെ കെട്ടിപ്പിടിച്ച് ചേച്ചി പോയിട്ട് വരാം ചേച്ചി എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോഴെല്ലാം രോഹിത്തിനെ അവൾ തിരിഞ്ഞു നോക്കിയാണ് ഇറങ്ങുന്നത്. രോഹിത്താണെങ്കിൽ ആ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ രേവതിക്കുട്ടിയെ നോക്കിയാണ് നിൽക്കുന്നത്. തിരിച്ച് കാറിൽ കയറാൻ പോകുന്ന സമയത്തും അവളിങ്ങനെ നോക്കുമ്പോൾ രോഹിത്ത് അവളെ തന്നെ നോക്കി ടാറ്റ കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവൾക്കും ആ ഒരു മനസ്സിൽ രോഹിത്തിന് ആ ഒരു സമയത്ത് രോഹിത്തിനോട് വല്ലാതൊരു ഇഷ്ടം അവൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ആരോടും തുറന്നു പറയാൻ പറ്റാത്ത ആ ഒരു ഇഷ്ടം, അതൊരിക്കലും നടത്തി തരില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ഇഷ്ടം, അതുകൊണ്ട് അവൾ മനസ്സിൽ തന്നെ അതങ്ങ് സൂക്ഷിക്കുകയാണ്. രോഹിത്ത് തിരിഞ്ഞ് അവൾക്ക് ബായിയൊക്കെ കൊടുത്ത് അവൾ തിരിഞ്ഞ് ആ ഒരു വണ്ടി അങ്ങ് മറികടന്ന് പോകുന്നത് വരെ രോഹിത്ത് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. രേവതിക്കുട്ടിയും രോഹിത്തും തമ്മിൽ ഇങ്ങനെ പരസ്പരം നോക്കുന്നതും വായി കൊടുക്കുന്നതുമൊക്കെ അലീന ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ബന്ധമാണ്. രേവതിക്കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും മാറ്റിയെടുക്കണം. കാരണം ഒരിക്കലും നടക്കാത്ത ഒരു ബന്ധം പിന്നെ എന്തിനാ ഇതിനേക്ക് ഇങ്ങനെ ഇപ്പോഴേ കൊണ്ട് നടക്കുന്നത്? അവൾക്ക് അവസാനം അതൊരു വലിയ സങ്കടവും. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളെ പറഞ്ഞത് മനസ്സിലാക്കണം. രോഹിയോടും അങ്ങനെ പറയണം. ഒരിക്കലും ഇത് വൈജയന്തി മാഡം നടത്തി കൊടുക്കില്ല. അമ്മ ഇത് അറിയുകയാണെങ്കിൽ രോഹിത്തിനെ അമ്മ കൊന്നുകളയും. അച്ഛൻ ഒരു പക്ഷേയൊക്കെ ചിലപ്പോൾ സമ്മതിച്ചെന്നിരിക്കാം, പക്ഷേ അമ്മ ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് രോഹിത്തിൻ്റെ മനസ്സിൽ നിന്നും ആ ഒരു അവളോടുള്ള ഇഷ്ടം അതങ്ങ് മറന്നേക്കാൻ പറയണം. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അലീന അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷേ രോഹിത്തിനാണെങ്കിൽ രേവതിക്കുട്ടിയെ ഇനി ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധം അവൻ വല്ലാതെ പ്രണയിക്കുകയാണ്. ഇത് വീട്ടിൽ അറിയുന്ന സമയത്ത് വൈജയന്തിയൊക്കെ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് അവളുടെ ആ ഒരു പ്രണയത്തിൽ നിന്നും വിട്ടുമാറാതെ രോഹിത്ത് അവളെ തന്നെ വിവാഹം കഴിക്കുമെന്ന് വല്ലാതെ നിർബന്ധം പിടിച്ച് അവസാനം ഈ ഒരു കഥയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ രേവതിക്കുട്ടിയെ കല്യാണം കഴിക്കുന്നത് രോഹിത്ത് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരു മുമ്പയുടെ നല്ല അടിപൊളി പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.